ദൈവത്തിന്റെ പുണ്യപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഏഡൻ ഗോസ്പൽ മിനിസ്ട്രിയോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ എന്നെ വിളിക്കുകയും ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസനോടും ഈ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ വൈകിയ സമയത്ത് കർത്താവിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എളിയവന്റെ ജീവിതത്തിനകത്ത് ഒരവസരൂടെ തന്ന സർവകൃപാലുവായ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവജനമായിരിക്കുമ്പോൾ ഒരു ദൈവവേദനെ സംബന്ധിച്ച് കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായി അതിനുവേണ്ടി ഒരുങ്ങുക, അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ലോകത്തിൽ കണ്ടു തുടങ്ങുന്നു എന്ന് നാം ഈ കാലയളവിൽ നമ്മുടെ ചുറ്റുപാടുകളെ, ലോകത്തെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നു, നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഈ കാലയളവിൽ കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി വളരെ തീഷ്ണതയോടെ വേല ചെയ്യുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അകത്ത് നിലകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മെ ഓരോ ദിവസവും ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ വാച്ച് ചെയ്യുന്ന പല ദേശങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ശ്രവിക്കുന്നവരുണ്ട്. എല്ലാ തലമുറകൾക്കായി എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഈ വൈകിയ സമയത്ത് ആ കരുതുന്ന ആ ദൈവത്തെക്കുറിച്ചാണ് നാം അല്പനേരം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൻ്റെ അകത്തുനിന്ന് ഒരു വാക്യം നമുക്കെടുക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഈ വൈകിയ സമയത്ത് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം ഇതിന്റെ 7-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പ്രിയരെ, ഈ പകലിൽ നാം പലയിടങ്ങളിലായിരുന്നു. പല വാർത്തകളും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തി, പല വാർത്തകളും നമ്മളെ വേദനപ്പെടുത്തി, പലർക്കും പലതും നഷ്ടമായി. പക്ഷെ അതിൻ്റെ നടുവിലും ദൈവത്തെ ഉയർത്തുവാൻ, ദൈവസ്നേഹത്തിൻ്റെ അകത്ത് വരുവാൻ ദൈവം നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഈ വൈകിയ സമയത്ത് ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഒരു നന്മയായി, അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി തുടക്കം പ്രാർത്ഥിക്കുകയാണ്. നാം സേവിക്കുന്ന ദൈവം
നമ്മെ കരുതുന്ന ദൈവമാണ്. പലപ്പോഴും നമ്മെ കരുതാമെന്ന് പറഞ്ഞവർ മാറി നിൽക്കുമ്പോൾ, നമ്മെ സഹായിക്കാമെന്ന് പറയുന്നവർ പിന്മാറുമ്പോൾ, പ്രിയരെ, വചനം പറയുന്ന ഏത് അവസ്ഥയിലും ഏത് സമയത്തിലും ആശ്രയിപ്പാൻ നമുക്ക് ഓടിച്ചെല്ലാൻ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് നാം സേവിക്കുന്ന ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പ്രിയരെ, പല വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. പല നഷ്ടങ്ങൾ, പല കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ ഈ വൈകിയ സമയത്ത് ദൈവിക തലമുറയോട് പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയാം. നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ ആരാധിക്കുന്നത്, ആ ദൈവത്തെ നീ സ്തുതിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പലപ്പോഴും പലതും നമ്മൾ കരുതി വരാം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടിയൊക്കെ കരുതി വെക്കുന്നവരാ നമ്മൾ. പക്ഷെ അതിൻ്റെ നടുവിൽ പല കരുതലുകളും ഈ കാലയളവിൽ നാം നോക്കുമ്പോൾ ഒരു സെക്കൻഡിനകത്ത് ഇല്ലാതാവുകയാണ്, ഒരു നിമിഷങ്ങൾക്കകത്ത് തീർന്നു പോവുകയാണ്. ഒരു കുമിളയിൽ അവസാനിക്കുന്ന രോഗാണുക്കൾ ലോകരാജ്യങ്ങളെ വിറപ്പിക്കുമ്പോൾ, പ്രിയരെ, ഇന്ന് ഈ വൈകിയ സമയത്ത് നമുക്ക് ആശ്രയിക്കുവാനും നമുക്ക് അടുക്കൽ ചെല്ലുവാനും നമുക്ക് വേണ്ടി കരുതുവാനും നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഈ വൈകിയ സമയം നാം ഉയർത്തേണ്ടത്. പല നിലവാരത്തിൻ്റെ അകത്ത് പല കരുതലുകളും അവസാനിക്കുമ്പോൾ, ഞാനിങ്ങനെ പറയും, മാനുഷികമായ മുഴുവൻ കരുതലുകളും ഒരു ബൗണ്ടറിക്കകത്ത് ഒതുങ്ങുമ്പോൾ, ഈ പകലിൽ നാം ഒന്ന് ചിന്തിക്കേണ്ടത് ഒന്നുണ്ട്. ആർക്കും കടന്നു വരാൻ കഴിയാത്തിടത്ത്, ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്തിടത്ത് നമ്മെ ആശ്വസിപ്പിച്ച് നമ്മെ കരുതിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്, പലരും നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ, പലരും നിങ്ങളെ കരുതാമെന്ന് പറഞ്ഞില്ലേ, അവർക്കെല്ലാം പരിധികൾ വെക്കുമ്പോൾ, അവരെല്ലാം മറന്നു പോകുമ്പോൾ നമ്മെ മറക്കാത്ത ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഈ വൈകിയ സമയത്ത് ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വീടുകൾക്കകത്ത്, ചില കുടുംബങ്ങൾക്കകത്ത് ഭയങ്കര ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടുന്നത് ആത്മാവിനെ കാണിക്കുക. പ്രിയരെ, ഒരു മെസ്സേജ് കേട്ട് പോകുന്നതിനപ്പുറത്ത് നാം ഇന്ന് ഈ വൈകിയ സമയത്ത് നാം സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് നല്ല ഒരു പൂർണ്ണ ബോധ്യം നമുക്ക് വേണം. നമുക്ക് ബൈബിളിനകത്ത് ചിലരെ ഒന്ന് നമുക്ക് വിളിച്ചൊന്ന് ചോദിക്കാം, ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങനെയാണ്? പലരുടെ ജീവിതത്തിന്റെ അകത്ത് പല സാഹചര്യങ്ങൾക്കകത്താണ് ദൈവം ഇടപെടുന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് ഇടപെട്ട പോലെ അല്ലായിരിക്കാം ഈ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിന്റെ അകത്ത്. എണ്ണിയാൽ കൂടാത്ത സാക്ഷ്യങ്ങളും വാക്കുകളും നമുക്ക് എഴുതാനുണ്ട്. ദൈവം നമ്മെ കരുതിയത്. ലോക മനുഷ്യനെല്ലാം മാറി നിൽക്കുമ്പോൾ ഈ വൈകിയ സമയത്ത് നമ്മെ തേടി വന്ന പുറംപറമ്പിൽ കിടന്ന കൽഭരണിയെ മാന്യതയുള്ളതാക്കിയ ഒരു ദൈവമുണ്ട്. പ്രിയരെ, വചനം പറയുന്നു,
എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, എല്ലാവരാലും നിന്ദിക്കപ്പെട്ട തലമുറകളെയാണ് ദൈവം ഉയർത്തുന്നത്. ഈ മെസ്സേജിനകത്തൂടെ നിന്ദിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, തള്ളപ്പെട്ട ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ, നാളെ കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വൈകിയ സമയത്ത് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ച് ഇന്ന് ഈ രാത്രി നാം മനസ്സിലാക്കിയേ പോകാം. വചനത്തിനകത്തൂടെ ചിലരെ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് ഈ ദൈവം നിങ്ങൾക്ക് കരുതിയത്? പലരുടെയും ജീവിതത്തിനകത്ത് നാം ശ്രദ്ധിച്ച് നോക്കുമ്പോ പല അനുഭവങ്ങളാണ്. സറഫാത്തിലെ വിധവയോട് ചോദിച്ചാൽ, സറഫാത്തിലെ വിധവേ, നിന്റെ ജീവിതത്തിനകത്ത് എങ്ങനെ ദൈവം കരുതിയത്? ആ തലമുറ ഉറക്കെ പറയും, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇച്ചിരി മാവും ഇച്ചിരി എണ്ണയും കൊണ്ട് മാത്രം ഈ ലോകത്തിനകത്തുനിന്ന് വിട പറയാനിരിക്കുമ്പോ എൻ്റെ വീടിനകത്ത് അസാധാരണമായ ഒരു കരുതൽ വെളിപ്പെട്ടെന്ന്. എല്ലാം അവസാനിപ്പിക്കുവാൻ, എല്ലാം നിർത്തുവാൻ, ഈ ലോകത്തിനകത്തുനിന്ന് വിട പറയാനിരിക്കുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിന്റെ അകത്ത് അവസാനം അവൾ ചിന്തിക്കുമ്പോ, ഈ വൈകിയ സമയത്ത് ചിലരെ നോക്കി ആത്മാവ് ഇടപെടുകയാണ്. നമ്മുടെ ദൈവം അവസാനങ്ങളുടെ ദൈവമല്ല, നമ്മുടെ ദൈവം ആരംഭങ്ങളുടെ ദൈവമാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളുടെ യാത്ര ചെയ്യുമ്പോഴും പിശാച് പറയും എല്ലാം തീർന്നെന്ന, എല്ലാം കഴിഞ്ഞെന്ന. പക്ഷെ അതിന്റെ നടുവിലും ഈ ദൈവിക തലമുറ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് അവസാനങ്ങളുടെ ദൈവമല്ല, നമ്മുടെ ദൈവം ആരംഭങ്ങളുടെ ദൈവമാണെന്ന്. ഇച്ചിരി മാവും ഇച്ചിരി എണ്ണ കൊണ്ടും മാത്രം ഇരിക്കുന്ന ആ വിധവയുടെ ജീവിത ചരിത്രം മാറ്റി. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ അകത്ത് തിസ്ബേന്ന് വന്ന തിസ്ബ്യനായ ഏലിയാവ് രാജ്യം ഭരിക്കുന്ന രാജാവിനോട് ദൂത് പറയുക. പ്രിയരെ, പ്രോപ്പർ ഒരു അഡ്രസ് ഇല്ലാത്തവൻ, ഒരു കുടുംബ മഹിമയില്ലാത്തവൻ, ഒരു അഡ്രസ്സുമില്ലാത്ത തലമുറ അവന്റെ അഡ്രസ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാ: ഞാൻ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഞാനിങ്ങനെ ഉറപ്പോടെ പറയും, എന്റെ ഇന്നലകളിൽ കരുതിയ ഒരു ദൈവമുണ്ട്. ഇന്നലകളിൽ എനിക്ക് വേണ്ടി ശബ്ദിച്ച ഒരു ദൈവമുണ്ട്. ഈ രാത്രി മെസ്സേജ് കേൾക്കുന്ന ആരൊക്കെ ഓരോ ദൈവം ഇടപെടുക. കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വേണ്ടി ഇടപെട്ട ദൈവം, കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വേണ്ടി ശബ്ദിച്ച ദൈവം, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. എലിയാവിന്റെ ജീവിതത്തിന്റെ അകത്ത് തിസ്ബേന്ന് വന്ന തിസ്ബ്യനായ എലിയാവ്, ഒരു പ്രോപ്പർ പോലും അഡ്രസ് ഇല്ലാത്ത തലമുറ ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. ഞാനിങ്ങനെ പറയും, ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുക. പ്രിയരെ, നിനക്ക് വേണ്ടി ദൈവം ഒരു നന്മയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം ഒരു കരുതലെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. അവന്റെ മഹത്വം നമ്മൾ ഉയർത്തുന്നവരാകണം. എലിയാവിന്റെ ജീവിതത്തിന്റെ അകത്ത് അവന്റെ ദൈവത്തെ ഉയർത്തി കാണിക്കുക. ഞാനിങ്ങനെ പറയും, ഇന്നലകളിൽ അവന് വേണ്ടി കരുതിയ ദൈവം, ഇന്നലകളിൽ അവന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇനിയും പ്രവർത്തിക്കും. പ്രിയരെ, വചനം പറയുന്നത് ഇങ്ങനെയാണ്:
ആ ദേശത്തിന്റെ നടുവിൽ ബാലാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന ഒരു ശബ്ദം ഏലിയാവ് കേൾക്കുകയാണ്. ശമേലിയ മേഖലയ്ക്കകത്തുനിന്ന് വെളിപ്പെട്ട ഒന്ന്, ഇന്നലകളിൽ അവൾ സേവിച്ച ദൈവമാണ് ദേശം നിയന്ത്രിക്കുന്നത്, രാജ്യം നിയന്ത്രിക്കുന്നത്. ഈ ഒരു ശബ്ദം കേട്ട എലിയാവിന്റെ ജീവിതത്തിന്റെ അകത്ത് ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്നലകളിൽ അവന് വേണ്ടി കരുതിയ, ഇന്നലകളിൽ അവന് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ഒരു രാജ്യത്തിന്റെ അകത്ത് ഒരു തലമുറ എഴുന്നേറ്റ് നിൽക്കുക. പ്രിയരെ, ഈ രാത്രിയിൽ നാം ഒന്ന് ചിന്തിക്കണം. ഇന്നലകളിൽ നമുക്ക് വേണ്ടി കരുതിയ ദൈവത്തിന് വേണ്ടി, ഇന്നലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ മഹത്വം നാം എത്രമാത്രം ഉയർത്തി. ഒരു രാജ്യത്തിനകത്ത് സുഖമായിട്ട് യാത്ര ചെയ്ത തലമുറ വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ കേൾക്കുന്നത് ബാലാണ് മഴ പെയ്യിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന ആ തലമുറ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഭാവനയിൽ ഇങ്ങനെ പറയും, അവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് അവൻ പ്രാർത്ഥിക്കുന്ന അവന്റെ ആവശ്യങ്ങളല്ല, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം ആരെന്ന് ഈ ദേശം ഒന്ന് കാണണം. പ്രിയരെ, നാം സേവിക്കുന്ന ദൈവം ആരെന്ന് രാജ്യങ്ങളൊന്ന് അറിയട്ടെ, പട്ടണങ്ങളൊന്ന് അറിയട്ടെ. അങ്ങനെ ഒരു അഭിഷേകമുള്ള തലമുറ ഈ മെസ്സേജ് കേൾക്കുന്ന ഇതിനകത്തൂടെ എഴുന്നേറ്റ് വരുന്ന ആത്മാവിനെ കാണിക്കുക. നിങ്ങൾ എഴുതി കിട്ടോ, പാലിന് മുട്ടുമടക്കാത്ത ഒരു കൂട്ടം തലമുറകളെ അടുത്ത നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവ് പലയിടങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണെന്ന ഞാൻ ആത്മാവിൽ ദൂത് പറയുക. പ്രിയരെ, ഈ പ്രതിസന്ധി നിന്നെ തകർക്കാനല്ല, ഈ പ്രതിസന്ധി ദൈവശബ്ദത്തിന് വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയാ. ഞാൻ ഒരു വട്ടം കൂടെ എടുത്തു പറയാം, ദൈവശബ്ദത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയാണെന്ന് ഈ രാത്രി ആരൊക്കെയോട് ഇടപെടുക. നീ തളർന്നവനാണോ? നീ എവിടെങ്കിലും ഒതുക്കപ്പെട്ടവനാണോ? ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കി ഇടപെടുക. ദൈവം കരുതിയവർ, ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ, വിശ്വസ്തരെന്ന് ദൈവം എണ്ണിയവർ പലരും അവിശ്വസ്തരാകുമ്പോ പ്രാർത്ഥനാമുറിയുടെ കരുത്തുമായിട്ട് ഒരു തലമുറ എഴുന്നേറ്റ് വരിക. ആ തലമുറയ്ക്ക് ഒരേ ഒരു ലക്ഷ്യം, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തി, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ കരുതൽ ദേശമൊന്ന് കാണണം, പട്ടണമെന്ന് അറിയണം. ഈ രാത്രി എന്റെ കൂടെ എന്നെ അതിന് ഉപയോഗിക്കണമേ എന്ന രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി, പട്ടണങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി അടുത്ത ഒരു തലമുറയെ എഴുന്നേൽപ്പിച്ച് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിർത്താൻ എന്നെ വിശ്വസ്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയരെ, പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയാം. വേറെ ആരെ എഴുന്നേൽപ്പിക്കത്തില്ല, പ്രാർത്ഥിക്കുന്ന നിന്നെ എഴുന്നേൽപ്പിക്കാൻ
ഒരു പ്രസ്ഥാനത്തിന്റെയും ഒരു നേതൃത്വത്തിന്റെയും ഒത്താശ വേണ്ട, നിന്റെ പ്രാർത്ഥനാ മുറി മതിയെന്ന് ആത്മവാരക്കയോടെ ഇടപെടുക. ചുടികമനഘടകം ഭയങ്കര ഒരു അഭിഷേകത്തിന്റെ പകർച്ച, ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വീഴുക. കാലഘട്ടത്തിൽ അവിശ്വസ്തന്മാർ ഒരുപാടാകുമ്പോ കാലഘട്ടത്തിന്റെ അകത്ത് വിശ്വസ്തന്മാരായ തലമുറകൾ ഈ രാത്രി എഴുന്നേൽക്കട്ടെന്ന് വിടപെടുക. നിന്നെ ഇന്നലെ വരെ കരുതിയ ദൈവം നിന്നെ വെയിറ്റ് ചെയ്യുക. നീ എനിക്ക് വേണ്ടി ശബ്ദിക്കുമോ? നീ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമോ? പ്രിയരെ, വചനം പറയുന്നു, പട്ടണത്തിന്റെ നടുവിൽ ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒരു തലമുറ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുക. ആ വെല്ലുവിളി സാധാരണ ഒരു വെല്ലുവിളിയല്ല. ഇസ്രായേലിയ വ്യാപാരങ്ങൾ മറു സൈഡിൽ അവരുടെ ദൈവങ്ങളെ ഉയർത്തി കാണിക്കുമ്പോ ഏകനായി തിസ്ബിയിൽ വന്ന തിസ്ബനായ എലിയാവ്, ഞാൻ തുടക്കം പറഞ്ഞ പോലെ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളില്ല, വലിയ കുടുംബ മഹിമയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒന്ന്, ഇറങ്ങിയ നാൾ മുതൽ ദൈവരാജ്യത്തിന്റെ വലിപ്പമാ, ദൈവരാജ്യത്തിന്റെ മഹത്വം മാത്രം ഉൾക്കൊണ്ട് യാത്ര ചെയ്യുന്ന എലിയാവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ഒറ്റയ്ക്ക് ദൈവശബ്ദത്തിന് വേണ്ടി വില കൊടുക്കുക. പ്രിയരെ, ഒരു മെസ്സേജ് കേൾക്കും, അത് അവസാനിച്ച് നാളെ മറ്റൊരു മെസ്സേജ് കേൾക്കും. പക്ഷെ ഈ മെസ്സേജുകൾക്ക് അപ്പുറത്ത് എന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? എന്നെ കുറിച്ചുള്ള ദൈവിക സ്വപ്നം എന്താ? എലിയാവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ. പ്രാർത്ഥനാമുറിയുള്ള ആത്മകൃപയുള്ള ദൈവിക തലമുറ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശബ്ദിക്കാൻ തുടങ്ങി. ഞാൻ സേവിക്കുന്ന, എന്നെ കരുതിയ ഒരു ദൈവമുണ്ട്. നിങ്ങൾ കേൾക്കണേ, പ്രാർത്ഥനാമുറിക്കകത്ത് താൻ പ്രാർത്ഥിക്കുന്നത് തന്റെ ആവശ്യങ്ങളല്ല. പട്ടണത്തിന്റെ അകത്ത് ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തെ വെളിപ്പെടുത്തണം. ഞാനിങ്ങനെ പറയും, പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ദൈവം ഒരു താക്കോൽ കൈമാറി. ആ താക്കോൽ സാധാരണ താക്കോലല്ല, ചിലത് അടയ്ക്കാനുള്ള താക്കോൽ, ചിലത് തുറക്കാനുള്ള താക്കോൽ. ഈ രാത്രിയിൽ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയാം. പ്രാർത്ഥിക്കുന്ന നിനക്ക് ചിലത് തുറക്കാനുള്ള അധികാരമുണ്ട്. പ്രാർത്ഥിക്കുന്ന നിനക്ക് ചിലത് അടയ്ക്കാനുള്ള അധികാരമുണ്ട്. ഇന്ന് രാത്രി നിന്നെ ഞെരുക്കുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന വിഷയത്തെ ഈ പകലിൽ നീ ചിന്തിച്ചു അതെന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന്. പക്ഷെ ഈ രാത്രി ഈ മെസ്സേജ് കേൾക്കുമ്പോ ആത്മാവിനോട് തൂത് പറയുക, പ്രിയരെ, അതിനെ അടയ്ക്കാനുള്ള ഒരു അഭിഷേകം നിന്റെ അകത്ത് വ്യാപരിക്കുന്നെന്ന് ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. പ്രാർത്ഥനാമുറിക്കകത്തുനിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നവനൊരു അധികാരം, ഒരു താക്കോലിന്റെ കൈമാറ്റം. ഞാനിങ്ങനെ പറയും, താക്കോലുള്ളവൻ കരയത്തില്ല. താക്കോലുള്ളവൻ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ കരയത്തില്ല.
അവനറിയാം ചിലത് തുറക്കാൻ പറ്റുമെന്ന്. പ്രിയരെ, ഇന്ന് രാത്രി വഴിയടഞ്ഞ പ്രതിസന്ധിയിലൂടെ യാത്ര എന്നെ ആരൊക്കെയോ നോക്കി ഇടപെടുക. ഇന്ന് രാത്രി നിനക്കൊരു അധികാരം കൈമാറുക. ദൈവം നിനക്കൊരു അഭിഷേകം കൈമാറുക. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടുമെങ്കിൽ നിന്റെ പ്രതിസന്ധിയെ നോക്കി പറ, ഇന്ന് രാത്രി അത് അഴിയാൻ പോവാ. നിന്റെ അടഞ്ഞ വാതിലിനെ നോക്കി നീ പറ, ഇന്ന് രാത്രി അത് തുറക്കാൻ പോവാ. ആരും കരുതിയില്ലേലും ഇന്ന് രാത്രി നീ ഉറക്കെ പറ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന്. എല്ലാം അവസാനിക്കുമ്പോഴും താക്കോലുള്ളവന്റെ ഒരു വലിയ പ്രത്യാശയാണ്, ദൈവം എനിക്ക് വേണ്ടി ചിലത് ആരംഭിക്കാൻ പോവാ. Behold, I make all things new. ഈ രാത്രി ആരൊക്കെയോട് ദൈവം ഇടപെടുക. സഹോദര, സഹോദരി, നിന്റെ ജീവിതം അവസാനിച്ചു, തീർന്നുവെന്ന് ലോകം പറയുമ്പോ, നിന്റെ ചുറ്റുപാടുകൾ പറയുമ്പോ, ഇന്ന് രാത്രി മെസ്സേജ് കേട്ടോണ്ട് നീ പറയണം, അവസാനിക്കുകയല്ല, എനിക്ക് വേണ്ടി ദൈവം ചെറുത് തുടങ്ങാൻ പോവാ. പഴയ അധ്യായങ്ങളെ അടച്ചുകൊണ്ട് പുതിയ അധ്യായങ്ങൾ തുറക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നീ സേവിക്കുന്നതെന്ന് ഉറക്കെ നീ ഇരിക്കുന്നിടത്തു നിന്ന് പറയാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങുന്ന സാന്നിധ്യം അത് ചെങ്കടലിനെ വിഭാഗിച്ചതാ, അത് യെരിഹോ മതിലിനെ തകർത്തതാ, അത് സിംഹത്തിന്റെ വായ അടച്ചതാ, തീയുടെ ബലത്തെ കെടുത്തിയതാണെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പോടെ പറ, പ്രാർത്ഥിക്കുന്നവന് ഒരു അധികാരമുണ്ട്, പ്രാർത്ഥിക്കുന്നവന് ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം തന്റെ തലമുറ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുന്നത് തന്റെ ജീവിതത്തിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. അവൻ സേവിക്കുന്ന, അവനെ ഇന്നലെ വരെ കഴുതിയ, അവനെ ഇന്നലെ വരെ നടത്തിയ ജീവനുള്ള ദൈവത്തെ ഉയർത്താൻ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈവിക തലമുറയെ നോക്കി പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് കൈമാറുക. ഞാൻ ഇന്നലെ വരെ എന്നെ ഉയർത്തിയവനാണെങ്കിൽ ഞാനൊരു പൂർണ്ണ പരാജയപ്പെട്ടവനാ. പ്രിയരെ, എന്നെ ഉയർത്താനല്ല, നമ്മെ ഉയർത്താനല്ല, നാം സേവിക്കുന്ന ദൈവത്തെ ഉയർത്തുന്നവരാണോ? എലിയാവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാ. അവ സേവിച്ചു നിൽക്കുന്ന ദൈവം ആരാ? ഇസ്രായേലിന്റെ ജീവനുള്ള ദൈവം ആരാ എന്ന ഇസ്രായേലിയ ശക്തികൾ വാദിക്കുന്ന ആ മേഖലക്കകത്തും ഒന്ന് ഉയർത്തി കാണിക്കാൻ വളരെ ആവേശത്തോടെ ദൈവസാന്നിധ്യത്തിന്റെ അകത്തിരുന്ന എലിയാവിന്റെ ജീവിതത്തിനകത്തൊരു താക്കോലിന്റെ കൈമാറ്റം, ചിലത് അടയ്ക്കാനുള്ള ഒരു താക്കോൽ. പ്രിയരെ, ഞാനൊക്കെ പാഠപുസ്തകം പഠിക്കുമ്പോ കൊട്ടാരത്തിന്റെ അകത്തു പോയി ഒരു ദൈവിക ദൂത തന്റെ തലമുറ കൈമാറുക. ഇന്നലെ വരെ ആയിരുന്ന മേഖലകളിൽ നിന്ന് ദൈവമഹത്വം വഹിക്കുവാൻ തുടങ്ങിയപ്പോ അവൻ കയറുന്ന ഇടം രാജകീയമായി. ഈ വൈകിയ സമയത്ത് നീ ദൈവമഹത്വം വഹിക്കുന്നവനാണെങ്കിൽ ഇന്നലെ വരെ പോയ പാതയിലൂടെ അല്ല, ഇന്നലെ വരെ പോയ സാഹചര്യങ്ങളിലൂടെ അല്ല, ഈ രാത്രി മുതൽ നീ പോകാൻ പോകുന്നത് അസാധാരണമായ ചില മേഖലകളിൽ ദൈവമഹത്വം വഹിക്കാൻ
ദൈവശബ്ദം പറയാൻ ഈ മെസ്സേജ് കേൾക്കുന്ന ആരൊക്കെയോ ദൈവാത്മാവ് ബലപ്പെടുത്തുന്നതാ ഞാൻ കാണുകയാ. വചനം പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഓ, ചോദിക്കുന്ന ചോദ്യം, ഏലിയാവേ, ഇത്ര അഭികാരമെന്താ? ഇത്ര ഉറപ്പെന്താ? ഒരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സിനെ വരെ അടച്ചു കളയാനുള്ള അല്ല തുറക്കാനുള്ള ഒരു അഭികാരമാണ് ദൈവീയ തലമുറയ്ക്കെന്ന് നാം മറന്നു പോകരുത്. വചനം പറയുന്നു, രാജകൊട്ടാരത്തിന്റെ അകത്ത് കയറിയിട്ട് ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഓ പ്രിയരെ, ഈ രാത്രി നാം മറന്നു പോകരുത്. ഏലിയാവിന് അവൻ സേവിക്കുന്ന, അവൻ ആരാധിക്കുന്ന, അവൻ ഉയർത്തുന്ന ദൈവത്തെ കുറിച്ച് നന്നായി ഒരറിവ് അവനുണ്ട്. പലർക്കും പല സാഹചര്യത്തിലും നാം ദൈവത്തെ മറന്നു പോകുന്നവരാ. പലരും നാം ആശ്രയം വെക്കുന്നവരാ. പക്ഷെ അതിന്റെ നടുവിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുക. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി താൻ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഭക്തനായ എലിയാവ് അവന്റെ അഡ്രസ് വെളിപ്പെടുത്തുക. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമുണ്ടെന്ന്. പ്രിയരെ, ഇന്നലകളിൽ ഒരുപക്ഷെ പല കരുതലുകളും അവൻ അനുഭവിച്ചു കാണും. പല ജീവിത സാഹചര്യത്തിൽ ദൈവം അവനോട് ഇടപെട്ട് കാണും. പല പ്രതികൂലങ്ങളിലും ദൈവശബ്ദം അവൻ കേട്ട് കാണും. അവിടെയെല്ലാം അവൻ ജയാളിയായിട്ട് പോകാൻ, അല്ലെ അവനെ ജയാളിയായിട്ട് നടത്തിയ ഒരു ദൈവമുണ്ട് എന്നവന് ഉറപ്പാ. ഇന്ന് രാത്രിയിൽ നാം എങ്ങനെയാ? പലപ്പോഴും പല സാഹചര്യങ്ങളിലും നാം ദൈവത്തെ മറന്നു പോകുന്നവരാ. പല നന്മകൾ നമ്മൾ അനുഭവിച്ചവരായിരിക്കാം. പല വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കൈവശമാക്കിയവരായിരിക്കാം. പക്ഷേ ചില സാഹചര്യങ്ങൾ, ആരുമില്ലാത്ത ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ, സഹിക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ വരുമ്പോ പലരും ദൈവമുഖത്തുനിന്ന് മാറിപ്പോകുന്നത് നാം കാണാറുണ്ട്. എന്നാൽ ദൈവശബ്ദത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി ഒറ്റയ്ക്കൊരു മനുഷ്യൻ നിലനിൽക്കുക. ഈ മെസ്സേജ് കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവം ഇടപെടുക. നിന്റെ കൂടെ ആരും വേണ്ട. കൈയടിക്കാൻ, നിന്റെ മെസ്സേജ് കേൾക്കാൻ, നീ പറയുന്നത് കേൾക്കാൻ, അംഗീകരിക്കാൻ ആരും വേണ്ട. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ഇന്ന് ഈ രാത്രിയിൽ ദൈവം നിന്റെ സൈഡിലുണ്ടോ? ദൈവത്തെയാണോ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്? ഒറ്റയ്ക്കൊരു മനുഷ്യൻ ജീവിതത്തിന്റെ അകത്തുനിന്ന് ദൈവശബ്ദത്തിന് വേണ്ടി വില കൊടുക്കുക. ഞാനിങ്ങനെ പറയും, ആകാശത്തിന്റെ കിളിവാതിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അടച്ചു.
ആ വാക്ക് ഇന്ന് രാത്രിയിൽ വെറുതെ കളയരുത്. യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോ വ്യക്തമായിട്ട് ഏലിയാവിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന സമസ്വഭാവമുള്ള, നമ്മളെപ്പോലെ ജീവിക്കുന്ന സാധാരണക്കാരനായ മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി വില കൊടുത്തപ്പോ അവൻ പറയുന്ന വാക്ക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. വചനം പറയുന്നു, ആകാശത്തിന്റെ കിളിവാതിൽ സ്വർഗം അടച്ചു. ആ ആണ്ടുകളിൽ ഒന്നും മഴ പെയ്തില്ല, ആ ആണ്ടുകളിൽ ഒന്നും മഞ്ഞു പെയ്തില്ല. വലിയ പ്രതിസന്ധിയിലൂടെ, പ്രശ്നങ്ങളിലൂടെ ആ രാജ്യം യാത്ര ചെയ്യുക. പ്രിയരെ, ഒരു ദൈവഭക്തനെ സംബന്ധിച്ച്, ദൈവശബ്ദത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു ദൈവവൈതനെ സംബന്ധിച്ച് നാം മറന്നു പോകല്ല. നമുക്ക് ചിലത് ചെയ്യാൻ പറ്റും. ചില മേഖലകളിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയും. നിന്നെ ഒന്നിനും പ്രയോജനമില്ലെന്ന് ലോകം വിധി എഴുതുമ്പോ, ഒന്നിനും കൊള്ളത്തില്ലെന്ന് സമൂഹം വിധി എഴുതുമ്പോ, നിന്നെക്കുറിച്ചുള്ള വിധികളെ മാറ്റി നിന്റെ ചരിത്രത്തെ തിരുത്താൻ ഇന്ന് രാത്രി നീ സേവിക്കുന്ന ദൈവത്തിന് പറ്റും. വചനത്തിനകത്ത് നാം ഇങ്ങനെ കാണുന്നു, പുറംപറമ്പിൽ കിടന്ന ഭരണി, അതൊന്നിനെ കുറിച്ചും പ്രയോജനമില്ല. വളരെ ആർഭാടമായിട്ട് കനായിലെ കല്യാണത്തിന്റെ അകത്ത് വലിയ ഒരു വിരുന്നൊരുങ്ങുകയാണ്. ആ വിരുന്ന് സാധാരണമല്ല. ആ വിരുന്നിലേക്ക് ക്ഷണിച്ചവന് നല്ല കണക്കൂട്ടലുണ്ട്. പക്ഷെ അവന്റെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഒരു വലിയ ദൈവമഹത്വം അവിടെ വെളിപ്പെടുക, ഒരു വലിയ ദൈവീയ കരുതൽ അവിടെ വെളിപ്പെടുക. പ്രിയരെ, നമ്മുടെ പല കണക്കൂട്ടലിലും തെറ്റിപ്പോകുമ്പോ, പലതും നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് നാം പ്രതീക്ഷിച്ചത് ഇല്ലാതാകുമ്പോ, പല വാക്കുകളും നമ്മളെ തകർത്ത് കളയുമ്പോ, ഇനി മുമ്പോട്ട് വേണ്ട എന്ന് നാം ചിന്തിക്കുമ്പോ, ഇന്ന് രാത്രി ആരൊക്കെയോടോ ദൈവം ഇടപെടുക. പല ശ്രേഷ്ഠകരമായ പാത്രങ്ങളും ആ വിരുദ്ധശാലയിൽ ഉണ്ട്. പക്ഷെ വചനം പറയുന്ന ഒന്നിനും ഉപയോഗശൂന്യമല്ലാത്ത പുറംപറമ്പിലെ ആ കൽഭരണിക്കകത്ത് ഒരു വലിയ കരുതൽ വെളിപ്പെടുക. പ്രിയരെ, നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ ഒരു പദ്ധതിയുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ ഒരു സ്വപ്നമുണ്ട്. കനായിലെ കല്യാണത്തിന് വിരുന്നൊരുക്കിയവൻ ചിന്തിച്ചില്ല. അവന്റെ ശ്രേഷ്ഠത അവൻ വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോ, അവന്റെ ആ വലിയ വിരുന്നുശാലയിൽ അവന്റെ രുചികരമായ ഭക്ഷണത്തിന്റെ മേന്മ മറ്റുള്ളവർ പറയാൻ അവൻ ശ്രമിക്കുമ്പോ, ഒരു വലിയ ശൂന്യത അവിടെ വെളിപ്പെടുക. പലപ്പോഴും നമുക്കെല്ലാം ഉണ്ടെങ്കിലും എവിടേക്കോ നമുക്ക് ശൂന്യതകളുണ്ട്, എവിടേക്കോ നമുക്ക് പോരായ്മകളുണ്ട്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക തലമുറയെ നോക്കി ആത്മാവ് ഇടപെടുന്നേ.
നിന്റെ പോരായ്മകളെ മാറ്റി, നിന്റെ കഴിവുകേടുകളെ മാറ്റി നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. പുറത്ത് കിടന്ന ആ കൽഭരണി ഒരിക്കലും ചിന്തിച്ചില്ല അതിനകത്തൊരു കരുതൽ വെളിപ്പെടുമെന്ന്. പ്രിയരെ, നാമും അങ്ങനെ ആയിരുന്നു, നമ്മുടെ ജീവിതവും അങ്ങനെ ആയിരുന്നു. ആർക്കും പ്രയോജനമില്ലെന്ന് ലോകം വിധി എഴുതിയപ്പോ നമ്മുടെ അകത്തൊരു കരുതൽ വെളിപ്പെട്ടു. ആ കരുതൽ സാധാരണ കരുതലല്ല. ഇന്നലകളിൽ കൊടുത്തതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് നിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും, മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തുമ്പോഴും, കഴിവില്ലെന്ന് മറ്റുള്ളവർ മുദ്ര കുത്തുമ്പോഴും, പ്രിയരെ, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ മധുരകരമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത്. കനായിലെ കല്യാണത്തിന് ക്ഷണിച്ച അല്ലെ അതിന്റെ ഉടമസ്ഥൻ പോലും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു കരുതൽ പുറംപറമ്പിൽ കിടന്നതിനകത്തുനിന്ന് വെളിപ്പെടുമെന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നാം ചിന്തിച്ചതാ, എന്നെ ആർക്കും വേണ്ട, മറ്റൊരു പ്രയോജനവും എന്നിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കത്തില്ല എന്നൊക്കെ ചിന്തിച്ച അനവധി തലമുറകളുണ്ട്. ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാത്ത ആരൊക്കെയോടെ ദൈവം ഇടപെടുക. ഇന്ന് രാത്രിയിൽ അവൻ നിനക്കു വേണ്ടി കരുതുന്ന ദൈവമാ. പുറംപറമ്പിൽ കിടന്ന പയണി ഉള്ളറകളിലേക്ക് വെളിപ്പെടുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ആ കരുതൽ സാധാരണ കരുതലല്ല. ആ കരുതൽ ലോകം ചിന്തിച്ചതല്ല, അവിടെ കൂടിയവർ ചിന്തിച്ചതല്ല. എത്രയോ ഭംഗിയുള്ള പാത്രങ്ങൾ അവിടെ ഉണ്ട്, അതിനെ ഒന്നും ദൈവം തിരഞ്ഞെടുത്തില്ല. ഞാൻ ഇന്ന് രാത്രി ഉറപ്പോടെ പറയാം, വളരെ ശ്രേഷ്ഠകരമായ ഒരു കരുതല വെളിപ്പെടുത്തുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ സഹോദരൻ നീ ഒറ്റപ്പെടും, സഹോദരി നീ നിന്ദിക്കപ്പെടും. നീ ഇന്നലെ വരെ പോകാത്ത, ആരും ഇന്നുവരെ ചിന്തിക്കാത്ത പ്രതിസന്ധികളിലൂടെ നീ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ഒന്നും നീ തളരരുത്, അവിടെ ഒന്നും നീ പതറരുത്. ഇന്ന് രാത്രി നീ ഉറപ്പോടെ പറയണം, ആർക്കും വേണ്ടാത്ത ആ കൽപ്പനയ്ക്കകത്ത് ആരും ചിന്തിക്കാത്ത ഒരു കരുതൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി എന്റെ അകത്തൂന്ന് ഒരു കരുതലുണ്ട്. എന്റെ അകത്തൂന്ന് ലോകത്തിന്റെ അകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി രുചികരമായ ഒരു കരുതൽ, മറ്റുള്ളവർക്ക് വേണ്ടി ഇന്നലകളിൽ വെളിപ്പെടാത്ത ചില വിടുതലുകൾ നടത്താൻ എന്നെ ഉപയോഗിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. പ്രിയരെ, ആ ചുറ്റുപാടിനകത്ത് വന്നവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത മേഖലയിൽ കനായിലെ കല്യാണത്തിന്റെ വിരുന്നുശാലയ്ക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഒരു വലിയ കരുതൽ കരുതി എന്ന് വചനം പറയുന്നു. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് അവസാനിക്കുമ്പോ ശൂന്യതയ്ക്കകത്തൂന്ന് എന്റെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നതാ.
എല്ലാം അവസാനിക്കുന്നു എന്ന് നീ ചിന്തിക്കുന്ന അകത്തുനിന്ന് എന്റെ ദൈവം നിനക്ക് വേണ്ടി ആരംഭിക്കുന്ന ദൈവമാ. അതിനും പറയുന്നു, ഒരു പ്രവാചകനെ കൊണ്ടു നിർത്തിയിട്ട ഈ അസ്ഥി ജീവിക്കുമോ? ആ തലമുറയെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആ തലമുറ സാധാരണ തലമുറയല്ല, എല്ലാം അവസാനിച്ച തലമുറയാ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അകത്തും എല്ലാം അവസാനിച്ച പല താഴ്വരയ്ക്കകത്ത് നമുക്ക് വേണ്ടി കരുതിയ ഒരു വലിയ സൈന്യത്തെ എഴുന്നേൽപ്പിച്ച ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഇടപെടുക. ആരും ചിന്തിക്കാത്ത ഒരു കരുതൽ പുറംപറമ്പിൽ കിടന്നതിലൂടെ വെളിപ്പെടുത്തിയെങ്കിൽ, പ്രിയരെ, ഞാനും നീയും ആർക്കും വേണ്ടാത്ത പുറംപറമ്പിൽ കിടന്നവരാ. നിന്ദിക്കപ്പെട്ട ലോകത്തിന്റെ ചെളിക്കകത്ത് പിശാചിന്റെ അടിമയായിരുന്ന നമ്മെ സ്വന്തം രക്തം കൊടുത്ത വിലയ്ക്ക് വാങ്ങിയ ജീവനുള്ള ദൈവം നമ്മെ കരുതിയ കരുതൽ സാധാരണ കരുതലല്ല, അത് നിത്യജീവനിലേക്കുള്ള കരുതലാണ്. പ്രിയരെ, ഇന്ന് രാത്രി എന്നെ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോ സാരഫാത്തിലെ വിധവയോട് ചോദിച്ചേ, നിന്റെ വീടിനകത്ത് വന്ന ഏലിയാവ് സാധാരണക്കാരനാണോ? നിന്റെ വീട് ശൂന്യതയായിരിക്കാം, എല്ലാം അവസാനിച്ച വീടായിരിക്കാം, നിന്റെ ജീവിതം എല്ലാം തീർന്നുവെന്ന് ചിന്തിച്ചതായിരിക്കാം. പക്ഷെ അതിന്റെ നടുവിലും ഇന്ന് രാത്രി മെസ്സേജ് അവസാനിക്കുമ്പോ ആരൊക്കെയോട് ദൈവം ഇടപെടുക. എന്റെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. എന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുറിവാക്യം വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും. നാളെ എന്താകും? എന്റെ തലമുറയുടെ ഭാവി എന്താകും? എന്റെ ജീവിതം എന്താകും? ഒരു കയറിനകത്തോ ഒരു വിഷക്കുപ്പിക്കകത്തോ ഒതുക്കേണ്ടതല്ല ഇന്ന് രാത്രി നിന്റെ ജീവിതം. ഏലിയാവിനെ പോലെ ദൈവമഹത്വത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു തലമുറയാണോ നിന്നെ ഒതുക്കാൻ ഇസ്രായേലിയ ശക്തികൾക്ക് കഴിയത്തില്ല. ഒരു ദൈവീയ കരുതൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയതുപോലെ സാരഫാത്തിലെ വിധവയുടെ വീടിനകത്ത് ഒരു ദൈവിക വിടുതൽ, ഒരു ദൈവീയ കരുതൽ വെളിപ്പെടുത്തിയതുപോലെ എനിക്കും നിനക്കും വേണ്ടി ഈ പ്രതിസന്ധിയുടെ കാലയളവിൽ, ഈ പ്രശ്നത്തിന്റെ കാലയളവിൽ വെളിപ്പെടുത്താൻ എന്ന ദൈവം ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ലയോ? ദൈവശബ്ദം ആദ്യമായി കേൾക്കുന്ന ആരെങ്കിലും മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കണം, എന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയരെ, ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ അവസാനിപ്പിക്കത്തില്ല, നിങ്ങളുടെ വേദനകൾ നിങ്ങളെ ഇല്ലായ്മയാക്കത്തില്ല. ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ ഉയർത്തുന്ന, ഞാൻ സേവിക്കുന്ന ദൈവം ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ചത് ദൈവമാണെങ്കിൽ, സാരഫാത്തിലെ വിധവയ്ക്ക് വേണ്ടി അവിടെ വീടിനകത്ത്, അവിടെ ശൂന്യതയ്ക്കകത്ത് വെളിപ്പെട്ട ദൈവമാണെങ്കിൽ, നാളെ കുറിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കിയ ദൈവാത്മാവ് ഇടപെടുന്നത്
നിന്റെ സകല ചിന്താകുലങ്ങളും, നിന്റെ സകല ഭാരങ്ങളും ഇന്ന് രാത്രിയിൽ മറ്റുള്ളവരുടെ വഴിയിൽ കൊടുത്ത് നിനക്ക് ആശ്വസിക്കാൻ കഴിയത്തില്ല. മറ്റുള്ളവരെ കൊടുത്ത് നിനക്ക് പിന്മാറാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ നിന്നെ ആരും ആശ്വസിപ്പിക്കാൻ വരത്തില്ലെങ്കിൽ, നിന്നെ ആശ്വസിപ്പിക്കാൻ ഇന്ന് രാത്രി ആർക്കും കഴിയാത്ത ഒരു മേഖലയിൽ ഇന്ന് നാം ആയിരിക്കുന്നത്, അവിടെയെല്ലാം നമുക്ക് വേണ്ടി, നമ്മുടെ ഭാരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചിന്താകുലങ്ങൾ എല്ലാം മാറ്റിവിരിക്കാൻ നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. പ്രിയരെ, എനിക്ക് അനുവദിച്ച സമയം തീരുകയാണ്. പക്ഷെ ഇന്ന് രാത്രി മെസ്സേജ് കേൾക്കുന്ന ജീവനുള്ള, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വില കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറക്കെ ഞാൻ പറയാം, പ്രശ്നങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ ഇസവേലിയ വെല്ലുവിളികൾക്കോ ഇന്ന് രാത്രി നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല. അതിനും മീതെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കരുതുന്ന ഒരു ദൈവമുണ്ട്. അത് നാം സേവിക്കുന്ന ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടി എനിക്ക് ജീവിക്കണം. ആ ദൈവത്തിന് വേണ്ടി എനിക്ക് നിലകൊള്ളണം. ഞാൻ ഇന്ന് ഈ രാത്രിയിൽ എന്നെ പൂർണ്ണമായിട്ട് ദൈവഹിതത്തിൽ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷകന്മാരോട് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുക. ഇന്നലെ വരെ ഞാൻ വേദികൾക്ക് വേണ്ടിയാണോ ഓടിയത്? ഞാൻ എന്നെ ഉയർത്തുവാൻ വേണ്ടിയാണോ ഞാൻ ഇതുവരെ ഓടിയത്? എങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ തികച്ചും പരാജയപ്പെട്ടവനാണ്. അവിടം കൊണ്ട് അവസാനിച്ചിട്ട് എലിയാവിനെ പോലെ ദൈവമഹത്വം വഹിച്ച, ദൈവ സാന്നിധ്യം രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ വെല്ലുവിളികളുടെ മുമ്പിൽ ഏറ്റെടുക്കുവാൻ ഒരു മനസ്സുള്ളവരായി മാറാമോ? ഒരു വിശ്വസ്ത വിളിക്ക് യോഗ്യരാക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിശ്വസ്തരായിട്ട് നിൽക്കാൻ നമുക്ക് കഴിയാൻ ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട്. ഇന്ന് രാത്രി നാം പരിശോധിക്കുക. ശുശ്രൂഷകന്മാരോട് ആത്മാവ് ശക്തമായി ഇടപെടുക. എന്റെ ജീവിതത്തിനകത്ത് അവിശ്വസ്തതയുണ്ടോ? എന്റെ ജീവിതത്തിനകത്ത് ദൈവശബ്ദം കേട്ടിട്ട് ഞാൻ പിന്മാറിയിട്ടുണ്ടോ? ആരൊക്കെയോടോ ദൈവാത്മാവ് ഇടപെടുക. പ്രിയരെ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവം നിന്നെ വെയിറ്റ് ചെയ്യുക. ഇന്ന് രാത്രി, അപ്പാ, ഞാൻ അവിശ്വസ്തത കാണിച്ചു, ഒരു വിശ്വസ്തദാസനെ എന്ന് എനിക്ക് വിളിക്ക് യോഗ്യനാക്കണേ എന്ന് പ്രാർത്ഥിച്ചടുത്തു വരുവാൻ ശുശ്രൂഷകന്മാരോട് ഈ സമയത്ത് ദൈവാത്മാവ് ഇടപെടുക. എനിക്ക് ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടണം. ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് നിലകൊള്ളണം. ദൈവത്തിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന യൗവനക്കാരോട് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുക. വചനം പറയുന്നു, യൗവനക്കാർ ക്ഷീണിച്ചു പോകും, അവരുടെ ശക്തി കുറയും. പക്ഷെ വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്ന ഒരു തലമുറ. ഇന്ന് രാത്രി ആത്മാവിൽ തൂതു പറയാം, അങ്ങനെയുള്ള ഒരു ജനറേഷൻ എഴുന്നേക്കാൻ പോവാ.
ഇന്നലകളിൽ എന്തിനു വേണ്ടിയൊക്കെ ഓടിയ തലമുറകൾ പരാജയപ്പെടുമ്പോ ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അടുത്ത ഒരു തലമുറ, ഞാനിങ്ങനെ പറയും, ബാലിന് മുട്ടുമടക്കാത്ത തലമുറകളെ പരിശുദ്ധാത്മാവ് ഈ നാഴികയിൽ എഴുന്നേൽപ്പിക്കാൻ പോകുന്ന ആത്മാവിൽ ദൂതക പറയുക. പ്രിയരെ, ഈ കാലയളവ് പ്രതിസന്ധിയുടെ കാലയളവാണെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പോടെ പറയാം, അടുത്ത കാലയളവ് ദൈവമഹത്വത്തിന്റെ കാലയളവാ. ദൈവിക തലമുറകൾ ദൈവമഹത്വം വഹിക്കുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന അടുത്ത ഒരു ജനറേഷനെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ആ തലമുറ സാധാരണ തലമുറയല്ല. ഇന്ന് രാത്രി ഉറപ്പോടെ പറയാം, സിംഹത്തിന്റെ വായെ അടയ്ക്കുന്ന തലമുറയാ. ചങ്ങലകളെ പൊട്ടിക്കുന്ന, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന തലമുറകളായി ഇന്ന് രാത്രി തീരട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും നേരം ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൈവവചനം സംസാരിക്കുവാൻ അവസരമൊരുക്കിയ ഈ ഗ്രൂപ്പിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത്യുന്നതന്റെ ചിറൽ മറവിൽ അടുത്ത കാലങ്ങളിൽ ആശ്രയിച്ച് ദൈവശബ്ദത്തിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിലുള്ള എന്റെ നന്ദി ഞാൻ അറിയിക്കുക. ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി കരുതുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഞാൻ കേട്ടു. പലരും അവസാനമെന്ന് പറയുന്നിടത്ത് ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ആരംഭങ്ങൾ കുറിക്കുന്ന, ആരംഭങ്ങൾ ഇന്ന് രാത്രിയിൽ ചില ജീവിതത്തിനകത്ത് വെളിപ്പെടുക, ചില തുടക്കങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരിക. ഷായുടെ കുറ്റിയിൽ നിന്ന് മുളകൾ പൊട്ടിയതുപോലെ എല്ലാം അടങ്ങെന്ന് ചിന്തിച്ചവരുടെ ജീവിതത്തിന്റെ അകത്ത് ചില വഴികൾ ഇന്ന് രാത്രി തുറന്നു വരുന്ന ആത്മാവിനെ കാണിക്കുക. ആ തുറക്കുന്ന, കരുതുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.